നമസ്കാരം. 2019 ഡിസംബർ 10 ചൈനയിലെ വുഹാനിൽ ഹ്വാനൻ സമുദ്രോൽപ്പന്ന മാർക്കറ്റിലെ വ്യാപാരിയായ വെയ് ഗുക്സിയൻ രോഗബാധിതനാകുന്നു. തൻ്റെ രോഗം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. വൈറൽ പനിയാകാം എന്ന നിഗമനത്തിൽ അദ്ദേഹം അടുത്തുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. അടുത്ത 3 ആഴ്ച കൊണ്ട് ഹ്വാനനിലെ കച്ചവടക്കാരിൽ പലർക്കും അതേ അസുഖം വരുന്നു, ഒരു അജ്ഞാത രോഗം. തുടർന്ന് ഡിസംബർ അവസാനത്തോടെ രോഗം ബാധിച്ചവർക്കെല്ലാം സമ്പർക്ക വിലക്ക് ഏർപ്പെടുത്തേണ്ടി വന്നു. ഡിസംബർ 29 വുഹാൻ സിറ്റിയിൽ ആളുകൾക്ക് ന്യൂമോണിയയ്ക്ക് സമാനമായ രോഗം പിടിപെടുന്നത് ചൈനീസ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇക്കാര്യം അവർ ലോകാരോഗ്യ സംഘടനയെ അറിയിക്കുന്നു. ഒരു ഘട്ടം വരെയും രോഗവിവരം മറച്ചുവെക്കുവാൻ ചൈന ശ്രമിച്ചിരുന്നു എന്നതാണ് സത്യം. മരണസംഖ്യ കുതിച്ചുയർന്നതും ഈ അജ്ഞാത രോഗത്തിൻ്റെ വിവരം ചോർന്നതുമൊക്കെയാണ് ഒടുവിൽ രോഗത്തെക്കുറിച്ച് തുറന്നു പറയുവാൻ അവരെ പ്രേരിപ്പിച്ചത്. എങ്കിലും യഥാർത്ഥ മരണസംഖ്യ ചൈന ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും 2020 ജനുവരി 1 ഹ്വാനൻ സമുദ്രോൽപ്പന്ന മാർക്കറ്റ് പൂർണ്ണമായും അടയ്ക്കുന്നു. ജനുവരി 7 കൊറോണ കുടുംബത്തിൽപ്പെട്ട പുതിയ വൈറസിനെ കണ്ടെത്തിയതായി ചൈന പ്രഖ്യാപിച്ചു. ശ്വാസ തടസ്സവും പനിയും രോഗലക്ഷണങ്ങൾ. വൈറസിന് 2019 കൊറോണ എന്ന് പേര് നൽകുന്നു. 44 കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ കൊറോണ വൈറസ് വ്യാപനം പൊട്ടിപ്പുറപ്പെട്ടതായി ചൈന പ്രഖ്യാപിച്ചു. ജനുവരി 11 ചൈനയിൽ ആദ്യ മരണം. ഹ്വാനൻ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിയ 61കാരനാണ് മരിച്ചത്. ജനുവരി 13 തായ്ലൻഡിൽ കൊറോണ സ്ഥിരീകരിച്ചു. ചൈനയ്ക്ക് പുറത്ത് ഈ രോഗം സ്ഥിരീകരിക്കുന്നത് അത് ആദ്യമായിരുന്നു. ജനുവരി 16 ജപ്പാനിലും COVID-19 പോസിറ്റീവായി. ജനുവരി 20 പട്ടികയിലേക്ക് സൗത്ത് കൊറിയ കടന്നു വരുന്നു. ജനുവരി 21 തങ്ങളുടെ രാജ്യത്ത് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതായി അമേരിക്ക പ്രഖ്യാപിച്ചു. ജനുവരി 30 വൈറസ് ബാധിതരുടെ എണ്ണം 8234 നിൽക്കെ ലോകാരോഗ്യ സംഘടന COVID-19 വ്യാപനത്തെ ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു. ഇതേ ദിവസമാണ് ഇന്ത്യയിൽ ആദ്യത്തെ COVID-19 കേസ് റിപ്പോർട്ട് ചെയ്തത്. വുഹാനിൽ നിന്ന് കേരളത്തിലെത്തിയ വിദ്യാർത്ഥിക്കായിരുന്നു വൈറസ് ബാധിച്ചത്. ഇന്ത്യയിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് 2020 മാർച്ച് 24 ഇന്ത്യൻ ഗവൺമെൻറ് രാജ്യമൊട്ടാകെ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തി. ഇന്ത്യയിൽ ഏകദേശം 500 COVID-19 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മാർച്ച് 25 മുതൽ ഏപ്രിൽ 14 വരെ 21 ദിവസത്തെ ലോക്ക്ഡൗൺ ആയിരുന്നു പ്രഖ്യാപിച്ചത്. എന്നാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാകാത്തതിനെ തുടർന്ന് ഏപ്രിൽ 14 ലോക്ക്ഡൗൺ വീണ്ടും നീട്ടി മെയ് 3 വരെ ആക്കി പ്രഖ്യാപിക്കുകയും പുതുതായി കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യാത്ത ഇടങ്ങളിൽ ചെറിയ ഇളവ് നൽകുകയും ചെയ്തു. 2021 ഓഗസ്റ്റ് 26 ആയപ്പോഴേക്കും ലോകത്താകെ കോവിഡ് മരണം 44,81,034 ഇന്ത്യയിൽ മരണസംഖ്യ 4,36,396 ഉയർന്നു. 5 വർഷത്തിനിപ്പുറം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നെടുവീർപ്പോടെ മാത്രമേ നമുക്ക് കൊറോണ കാലത്തെ ഓർത്തെടുക്കുവാൻ സാധിക്കൂ. ഇപ്പോൾ ചൈനയിൽ വീണ്ടും ഒരു മാരക രോഗം പൊട്ടിപ്പുറപ്പെട്ടതായുള്ള വിവരം കൂടി പുറത്തു വരികയാണ്. ലോകത്തെ അടച്ചുപൂട്ടലിൽ എത്തിച്ച കോവിഡ് മഹാമാരിക്ക് 5 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് മറ്റൊരു വൈറസ് വ്യാപനം കൂടി ഉണ്ടാകുന്നത്. ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് വ്യാപകമായി ചൈനയിൽ രോഗബാധ ഉണ്ടാക്കുന്നതായാണ് വിവരം. ആശുപത്രികൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു, ശ്മശാനങ്ങളും നിറഞ്ഞുവെന്ന് റിപ്പോർട്ടുണ്ട്. HMPV മാത്രമല്ല, ഇൻഫ്ലുവൻസ എ, മൈക്കോപ്ലാസ്മ ന്യൂമോണിയ, COVID-19 തുടങ്ങിയവയും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുണ്ട്. ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുമെന്ന ധാരണയിൽ അജ്ഞാത ന്യൂമോണിയ കേസുകൾ ട്രാക്ക് ചെയ്യുന്നതിന് ചൈനയിലെ രോഗനിയന്ത്രണ അതോറിറ്റി ഒരു പുതിയ നിരീക്ഷണ സംവിധാനം അവതരിപ്പിച്ചതായും വിവരങ്ങളുണ്ട്. രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായി മാസ്ക് ധരിക്കുവാനും കൈകൾ ഇടയ്ക്കിടെ കഴുകുവാനും ഉദ്യോഗസ്ഥർ ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡിന് സമാനമായ പനി പോലെയുള്ള ലക്ഷണങ്ങളാണ് HMPV ബാധിച്ചവരിലും കണ്ടുവരുന്നത്. HMPV വൈറസ് ഒരു RNA വൈറസാണ്. ശ്വാസകോശ അണുബാധയുള്ള കുട്ടികളിൽ നിന്നുള്ള സാമ്പിളുകൾ പഠിക്കുന്നതിനിടെ 2001 ഡച്ച് ഗവേഷകരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. പ്രധാനമായും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തു വരുന്ന കണികകളിലൂടെയാണ് വൈറസ് പടരുന്നത്. രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെ ഇത് പകരാം.
ഈ വൈറസിൻ്റെ ഇൻക്യുബേഷൻ കാലയളവ് 2 മുതൽ 5 ദിവസം വരെയാണ്. HMPV രോഗത്തിനെതിരെയുള്ള ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ദുർബലമാണ് എന്നാണ് കണ്ടെത്തൽ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.